കുറച്ച് നാളായിട്ട് വയറിൻ്റെ ഒരു അസുഖമായിട്ട് ചികിത്സയിലായിരുന്നു. എൻ്റെ ലിവറിനും ഹാർട്ടിനും ഇടയ്ക്കായിട്ട് ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇവിടെ നല്ല പരിചരണവും നല്ല ഇടപെടലും കൊണ്ട് ഒരു നല്ല വിടുതൽ കിട്ടി. ആ ട്യൂമറുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ഓരോ രക്തക്കുഴലുകൾ തെരഞ്ഞു പിടിച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്ത് ലോക്കൽ കീമോതെറാപ്പി കൊടുക്കാൻ പറ്റുന്നു. എൻ്റെ പേര് ജി ജോയിക്കുട്ടി, സ്ഥലം കരുനാഗപ്പള്ളി, കോഴിക്കോട്. ഞാൻ കുറച്ച് നാളായിട്ട് വയറിൻ്റെ ഒരു അസുഖമായിട്ട് ഇങ്ങനെ ചികിത്സയിലായിരുന്നു. ഇതൊക്കെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത അവസരത്തിൽ എൻ്റെ ലിവറിനും ഹാർട്ടിനും ഇടയ്ക്കായിട്ട് ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ഇവിടെ വരികയും ഇവിടെ പല ഡോക്ടർമാർ കണ്ട് മുരളിയപ്പക്കുട്ടൻ എന്ന് പറഞ്ഞ ഡോക്ടറെ കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഗ്രോത്ത് മാറ്റണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളിവിടെ അഡ്മിറ്റായി ഈ ചികിത്സയൊക്കെ നടത്തി ഓപ്പറേഷൻ ചെയ്ത് ആ ഗ്രോത്ത് മാറ്റി. ഇവിടെ നല്ല പരിചരണവും നല്ല ഇടപെടലും കൊണ്ട് ഞങ്ങൾക്ക് ഒരു നല്ല വിടുതൽ കിട്ടി. ഈ ആശുപത്രിയിലുണ്ടായിരുന്ന എല്ലാ ജീവനക്കാരും, ഞങ്ങൾ കണ്ട എല്ലാ ജീവനക്കാരും വളരെ സഹായം ചെയ്യുകയൊക്കെ ചെയ്തു. നമസ്കാരം, ഞാൻ ഡോക്ടർ മുരളിയപ്പക്കുട്ടൻ, കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ സർജറി, ഗ്യാസ്ട്രോ ഓങ്കോ, HPB ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജറി. കരളിൽ രക്തക്കുഴലുകളുടെ ഇടയിൽ വന്ന ഒരു ട്യൂമർ, ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ എന്ന അസുഖം നമുക്ക് സർജറിയിലൂടെ പൂർണ്ണമായി നീക്കം ചെയ്ത ഒരു അച്ഛൻ്റെ കഥയാണ് നമ്മൾ കണ്ടത്. വളരെ കുറവ് ശതമാനം, 10-15% ആൾക്കാരെ മാത്രമേ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷനിലൂടെയോ അല്ലെ കരൾ മുറിച്ചു മാറ്റിയും രക്ഷിക്കാൻ സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് വളരെയധികം നോൺ സർജിക്കൽ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഉദാഹരണമായി കരളിലുള്ള ട്യൂമറിനെ കരിച്ചു കളയുക, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനിലെ മൈക്രോവേവ് അബ്ലേഷൻ 3-5 സെൻറ്റിമീറ്റർ വരെയുള്ള ട്യൂമറുകളെ, അല്ലെങ്കിൽ കരളിൽ 5 സെൻറ്റിമീറ്റർ താഴെയുള്ള ട്യൂമറുകൾക്ക് തുടയിലെ രക്തക്കുഴലിലൂടെ ലിവറിൻ്റെ ആൻജിയോഗ്രാഫി എടുത്ത് ആ ട്യൂമറുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ഓരോ രക്തക്കുഴലുകൾ തെരഞ്ഞു പിടിച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്ത് ലോക്കൽ കീമോതെറാപ്പി കൊടുക്കാൻ പറ്റുന്നു, ലോക്കൽ റേഡിയോതെറാപ്പി കൊടുക്കാൻ പറ്റുന്നതുമായ ടയർ അല്ലെങ്കിൽ ടേസ്, ട്രാൻസ് ആർട്ടീരിയൽ കീമോ എംബോളൈസേഷൻ, ട്രാൻസ് ആർട്ടീരിയൽ റേഡിയോ എംബോളൈസേഷൻ എന്ന ചികിത്സാ മുറകളും നമുക്കിന്ന് ലഭ്യമാണ്. ഇന്ന് SBRT അല്ലെങ്കിൽ റേഡിയോതെറാപ്പിയുടെ ഒരു പ്രത്യേക ചികിത്സയിലൂടെ നമുക്ക് 6-7 സെൻറ്റിമീറ്റർ ട്യൂമറുകൾ അല്ലെങ്കിൽ രക്തക്കുഴലിലോട്ട് വന്ന ട്യൂമർ ത്രോംബസ് ഉള്ളവ ട്യൂമറുകൾ, അതൊക്കെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ഇന്ന് ഇമ്മ്യൂണോതെറാപ്പിയിലൂടെ വളരെയധികം ഇനോപ്പറബിളായിട്ടുള്ള ട്യൂമേഴ്സ് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. അതുകൊണ്ട് ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ വളരെ മാരകമായ ഒരു അസുഖമാണെങ്കിൽ പോലും ഇന്ന് നമുക്ക് അനവധ്യ ചികിത്സകൾ ലഭ്യമാണ്.